ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മുല്ലപ്പൂ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇതില്ലേ എങ്ങനെയുണ്ട് മുല്ലപ്പൂ? ഈ മുല്ലപ്പൂ എൻ്റെ മകളുണ്ടാക്കി കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒത്തിരി രൂപയൊന്നും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം അതിന് ചെയ്യേണ്ടത്, നമ്മൾ ടിഷ്യൂ പേപ്പറില്ലേ, വെറും 15 രൂപ മുടക്കിയാൽ മതി. ഒരു ടിഷ്യൂ പേപ്പർ കിട്ടും. ആ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ മുല്ലപ്പൂ. അപ്പം നമുക്ക് ഈ മുല്ലപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബായ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ഇതാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ ബായ്. അപ്പോൾ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ടിഷ്യൂ പേപ്പറും കളറും പിന്നെ കത്രികയും കൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റി പോലത്തെ മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഫൈനൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ എടുക്കാം. പിന്നെ അത് 4 ഇതല്ലേ വരുന്നത്, അപ്പം ഇത് 4 ആക്കണം. ഈ കളറ് ഇത് പച്ച കളറാണ്, അപ്പം ഇതങ്ങോട്ട് മാറ്റണം. എന്നിട്ട് നമുക്കിത് 4 എടുത്ത് വെച്ച് എന്നിട്ട് 2ആയി മടക്കണം. മടക്കിയതിന് ശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടുന്നതാണ്. അതിന് ശേഷം ഇത് പയ്യെ ഇളക്കിയെടുക്കണം. നമ്മൾ പയ്യെ ഇതെല്ലാം ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കിട്ടുന്ന നമുക്ക് ഇങ്ങനത്തെ പൂ ഇട്ടതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൂക്കൾ കുറേ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ പോയി ടിഷ്യൂ പേപ്പർ കൊണ്ട്
ഇത്രയും ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇതിന് പകുതി മതി ഒരു മുല്ലപ്പൂവിൻ്റെ സെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ബാക്കി മുല്ലപ്പൂ കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഓൾമോസ്റ്റ് കുറേയേറെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ കളറ് ഇതിനകത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ തുമ്പ് എന്തെങ്കിലും വെച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒത്തിരി കളറ് വരത്തില്ല. കൈ കൊണ്ട് ചെയ്തെടുക്കാണെങ്കിൽ ഇത് മുഴുവൻ നന്നായിട്ട് കളർ വയ്ക്കും. ഇങ്ങനെ ചെയ്ത് മുകളിലാക്കിയതിന് ശേഷം നമ്മൾ സൂചിയിൽ നൂല് കോർത്തിട്ട് ഇത് ഓരോന്ന് ഇങ്ങനെ കോർത്ത് കൊടുക്കണ്ട. ഇത് കീറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പയ്യാണ് കയറ്റി കൊടുക്കാം. ഇങ്ങനെ കീറിപ്പോയി ചിലപ്പോൾ അതുകൊണ്ട് പയ്യെ കയറ്റി കൊടുക്കാം. നമുക്ക്
ദിവസം ഈ സംഭവം ഇങ്ങനെ നമ്മൾ കളർ ചെയ്തിട്ട് ഒരു ദിവസം വെച്ചിട്ട് വേണം കോർക്കാൻ, അല്ലെങ്കിൽ അപ്പം തന്നെ ഇന്ന് മിക്കവാറും കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇത് മുഴുവൻ കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ അടിപൊളി പൂ കിട്ടുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഗസ്റ്റിനും ഇങ്ങനെ നല്ല